തിരുവനന്തപുരത്ത് ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതനെ അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചതിൽ മന്ത്രിസഭാ അംഗങ്ങൾക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട്. വെടിവെച്ച പോലീസിനെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിനന്ദിച്ചപ്പോൾ വെടിവെക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നാണ് മന്ത്രി വി. മുരളീധരൻ അഭിപ്രായപ്പെട്ടത്. ആവശ്യമില്ലാത്ത വെടിവെച്ചാണ് പ്രശ്നങ്ങളൊക്കെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യണമെന്നാണ് സ്ഥലം എന്നാണ് എൻ്റെ ആഗ്രഹം. പോലീസ് തുടക്കത്തിൽ തന്നെ ഈ സംഭവത്തിൻ്റെ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്താണ് ഈ വെടിയുടെ ശബ്ദം കുറേശ്ശെ മുഴങ്ങാൻ തുടങ്ങിയത്. പക്ഷെ അതിനിപ്പോൾ വെടിയുടെ ശബ്ദം നിർത്തേണ്ട സമയമായി. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അനാവശ്യമായിട്ടുള്ള ടെൻഷൻ പോലീസ് ഉണ്ടാക്കാൻ പാടില്ല. സനിസ വിവരങ്ങളുമായി ചേർന്നുണ്ട്. സനിസ, പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്നാരോപിച്ച് ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിൽ കാണാനിരിക്കുകയാണ് ബി.ജെ.പി., പ്രത്യേകിച്ച് മേയർ വി. രാജേഷ് അടക്കം. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് UDF-നുള്ളിൽ തന്നെ വെടിയൊച്ചയുമായി ബന്ധപ്പെട്ട് രണ്ടഭിപ്രായമുണ്ട് എന്നുള്ള വാർത്തകൾ കൂടി വരുന്നതും വി. മുരളീധരൻ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം നമ്മളിപ്പോൾ കേട്ടതും. അതെ സേതു, ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇതിൽ ഒരു ഭിന്നാഭിപ്രായമാണ് ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ സുഗതൻ അറസ്റ്റിലാവുന്ന സമയത്ത് തന്നെ വലിയ നാടകീയ സംഭവങ്ങളായിരുന്നു ഉണ്ടായത്. കൂടാതെ ഈ അറസ്റ്റോടുകൂടി തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളും രാഷ്ട്രീയപരമായിട്ടും ഈ അറസ്റ്റ് മുന്നോട്ട് പോവുകയാണ്. അതിൽ SHO വെടി ഉതിർത്തുകൊണ്ടായിരുന്നു സുഗതനെ അറസ്റ്റ് ചെയ്തത്, പിടികൂടിയത്. അതിലാണ് ഇപ്പോൾ ഭിന്നാഭിപ്രായം കോൺഗ്രസ് മന്ത്രിസഭയിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല വെടിയുതിർത്ത് അറസ്റ്റ് ചെയ്തതിനെ പോലീസിനെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. എന്നാൽ വട്ടിയൂർക്കാവ് MLA-യും ആരോഗ്യം ദേവസ്വം മന്ത്രിയുമായിട്ടുള്ള കെ മുരളീധരൻ വെടി ഉതിർക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, വെടിയൊച്ചകൾ ഇത്തരം സാഹചര്യങ്ങളിൽ വേണ്ടതല്ല അത് നിർത്തണം എന്ന ഒരു തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയത്. കൂടാതെ തന്നെ വലിയ രീതിയിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ CPM ആണ്, മുൻ MLA കൂടിയായിട്ടുള്ള VK പ്രശാന്ത് ആണ് ഇയാളുടെ സുഗതന്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാൻ ഇത്തരം ഒരു നടപടിക്ക് പിന്നിൽ എന്ന് BJP ആരോപിക്കുന്നുണ്ട്. മേയർ വി രാജേഷ് അടക്കം ഇത്തരം ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങളൊക്കെ തെറ്റാണ് എന്ന രീതിയിലുള്ള കാപ്പ റിപ്പോർട്ടാണ്, സുഗതന്റെ പേരിൽ ചുമത്തിയിരിക്കുന്ന കാപ്പ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ ഇന്ന് ആഭ്യന്തരമന്ത്രിയെ മേയർ വി രാജേഷ് കാണും. ഈ SHO ആയിട്ടുള്ള ബിബിനും അതുപോലെ SI ആയിട്ടുള്ള അഭിജിത്തിനുമെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്നാണ് BJP-യുടെ ആവശ്യം. ഇത് മുൻനിർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധങ്ങളിലൊക്കെ കടക്കാനാണ് BJP ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇത്തരം കാപ്പ ഹിസ്റ്ററിയുള്ള, റൗഡി ഹിസ്റ്ററിയുള്ള ഒരു കൗൺസിലറെ കൗൺസിലിൽ നിന്ന് പുറത്താക്കണമെന്ന ഒരു പ്രതികരണവുമായി, നടപടിയുമായി CPM മുന്നോട്ട് പോവുകയാണ്. വരുന്ന 15-ന് വലിയ പ്രതിഷേധം കടുപ്പിക്കാനാണ് CPM ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ ഈ വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി BJP-യും ഇയാളെ കൗൺസിലിൽ നിന്ന് പുറത്താക്കണമെന്ന് CPM-ഉം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഇയാൾക്കെതിരെ രാഷ്ട്രീയപരമായിട്ടാണ് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നതെന്ന വി രാജേഷിന്റെ മേയറുടെ വാദം തെറ്റാണ് എന്ന തരത്തിലുള്ള ഒരു കാപ്പ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇതിൽ 2012 മുതൽ നരഹത്യാശ്രമം, ദേഹോപദ്രവം, ഭീഷണിപ്പെടുത്തൽ, ലഹള ഉണ്ടാക്കൽ ശ്രമിക്കൽ എന്നീ കേസുകളിൽ പ്രതിയാണ് ഈ വായോട്ടുകോണം നിരവധി ഗുണ്ട അല്ലെങ്കിൽ കേസ് ഹിസ്റ്ററിയൊക്കെ ഉള്ള ഒരാളാണ്. 10-11 കേസുണ്ട് ഇയാൾക്ക് എതിരെ പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. ഏറ്റവും ഒടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ഇടയാക്കിയ സംഭവം പോലും ഒരു വധശ്രമ കേസാണ്. ഉത്സവത്തിനിടയിൽ CPM പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ചു എന്ന കേസിലാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അത് കോടതി 7-ാം തീയതി ഹാജരാകണമെന്ന്, പോലീസിന് മുന്നിൽ ഹാജരാകണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഹാജരായില്ല, ഒളിവിൽ പോയ ആൾ തിരികെ സ്ഥലത്തെത്തിയെന്ന് അറിഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോഴാണ് പിന്നീട് നടന്ന നാടകീയ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത്. മെനിങ്ങാന്ന് രാത്രി നമ്മൾ കണ്ടതുപോലെ വട്ടിയൂർക്കാവിൽ ഒരു നാടകീയ സംഭവങ്ങൾ നടക്കുന്നത്. ഒടുവിൽ പോലീസിന് ആകാശത്തേക്ക് വെടിവെച്ച് ഈ അപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തെ ഒന്ന് ശാന്തമാക്കി ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനൊക്കെ പറ്റുന്നത്. 2 പോലീസുകാർ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നുണ്ട് പരിക്കേറ്റിട്ട്.